ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു കൈപ്പയുടെ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ മസാല വേണേൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈപ്പയ്ക്ക നല്ല ഫ്രഷാണ്. ഇവിടുന്ന് ഞങ്ങൾ ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടെ അടുത്തുനിന്നാണ് കൈപ്പയ്ക്ക വാങ്ങിച്ചത്. അപ്പം ജീരകപ്പൊടി അങ്ങനെ എന്ത് വേണേലും ഇടാം. അത് ഞാൻ ഒറീസ സ്പെഷ്യൽ കൊണ്ടാട്ടമാണ് പഠിച്ചത്. എനിക്കൊരു ഒറീസക്കാരി പറഞ്ഞിരുന്ന റെസിപ്പിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കയ്പ്പൊക്കെ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കണം, ഇല്ലെങ്കിൽ കയ്പ്പ് നന്നായിട്ട് അറിയും. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത്ര കയ്പ്പ് അറിയത്തില്ല. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ കയ്പ്പൊക്കെ ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഫ്രൈ ആക്കണോ അത്രയും ഫ്രൈ ആക്കാം. പിന്നെ കയ്പ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത്